ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീണ ഡിസൈൻ ആണ് കേട്ടോ. ഇതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടു കുറച്ച് ബീഡ്സ്, പിന്നെ ലിക്വിഡ് എംബ്രോയിഡറി, പിന്നെ കുറച്ച് ഹാഫ് ബീഡ്സ്, കുറച്ച് 2 ബീഡ്സ്. ഇത് മാത്രമാണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ സാധാരണ അരി വർക്കല്ല ചെയ്തേക്കുന്നത്, സാധാരണ നീഡിൽ ഉപയോഗിച്ചിട്ടുള്ള സാധാരണ നോർമൽ സ്റ്റിച്ചിങ് ആർക്കും ചെയ്യാൻ പറ്റുന്ന. നമുക്ക് ഇതിന് എംബ്രോയിഡറി വർക്കൊന്നും അറിയണമെന്നില്ല. സാധാരണ സൂചി ഉപയോഗിച്ചിട്ട് ആർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തേക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതിന് ആദ്യം തന്നെ നമുക്ക് ഫാബ്രിക് എംബ്രോയിഡറി ഹൂപ്പിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡിസൈൻ ഇതിലേക്ക് വരയ്ക്കാം. ഡിസൈൻ നമ്മളൊരു വീണ ഷേപ്പാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ വരച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ വരയ്ക്കുന്നത് ആദ്യം നമ്മൾ വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ വരയ്ക്കാം. അതല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് മാർക്ക് ചെയ്യാമല്ലോ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഒരു സി ഷേപ്പിൽ ആദ്യം വരയ്ക്കാം. കണ്ടോ, ഒരു സി ഷേപ്പിൽ ആദ്യം വരയ്ക്കാം. എന്നിട്ട് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ഇങ്ങനെ ഷേപ്പിൽ വരയ്ക്കും. പിന്നെ ഇത് ഇവിടെ ഇതുപോലെ റൗണ്ടാക്കി ഇതുമായിട്ട് ഇങ്ങനെ വീതി കുറച്ച് കുറച്ച് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്രയും ഭാഗത്ത് നമ്മൾ എംബ്രോയിഡറി ഉണ്ടല്ലോ, ലിക്വിഡ് എംബ്രോയിഡറി ഉണ്ടല്ലോ, അതാണ് ചെയ്യുന്നത്. ഈ പോർഷനിൽ നമ്മൾ ലിക്വിഡ് എംബ്രോയിഡറി വെച്ചിട്ട് അങ്ങ് ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബീഡ്സ് കൊടുക്കും. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ ലെയറായിട്ട് ബീഡ്സ് ഇതുപോലെ ഇങ്ങനെ കൊടുക്കും. പിന്നെ ഇവിടെ ഇതുപോലെ ഒരു റൗണ്ടിൽ, ഇവിടെയും റൗണ്ടിൽ ഇതുപോലെ കൊടുക്കും ബീഡ്സ്. അത് നമുക്ക് ബീഡ്സ് സാധാ കൊരുക്ക് കണക്ക് കൊരുത്ത് ഇതങ്ങ് ഫില്ല് ചെയ്യാം. ഇവിടെ ഫില്ല് ചെയ്യാം. ഇവിടെയും എൻഡിൽ 2 എണ്ണം ഇതുപോലെ കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്ന് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ഈ ബോർഡർ ഫുൾ ഫില്ല് ചെയ്യണം. ആദ്യം ഈ ബോർഡർ ഔട്ട്ലൈൻ കൊടുക്കാം. ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ബീഡ്സ് ഉണ്ടല്ലോ, ഇതുപോലുള്ള പൈപ്പ് ഷേപ്പിലുള്ള 2 ബീഡ്സ് ആണല്ലോ, അതാണ് ഞാൻ കൊടുക്കുന്നത് ഔട്ട്ലൈൻ കൊടുക്കാൻ. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഗ്ലിറ്ററും നന്നായിട്ടൊരു തിളക്കം, നല്ലൊരു തിളക്കം കാണും ഇതുപോലുള്ള ബീഡ്സ് ആകുമ്പോൾ. കണ്ടോ, അപ്പോൾ ഇതൊക്കെ പാക്കറ്റിന് 20 രൂപയാണ്. ഈ പാക്കറ്റിന് 20 രൂപയാണ് വില. ഇത്രയും മതിയാവും ഇതൊരെണ്ണം ചെയ്യുന്നതിന്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഇത് ഔട്ട്ലൈൻ കൊടുത്ത് ചെയ്തു തുടങ്ങാം. വർക്ക് ചെയ്യാൻ പോവുക. അതിന് വേണ്ടിയിട്ട് സൂചി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചെറിയ കണ്ണുള്ള സൂചി വേണം എടുക്കാൻ. അല്ലെങ്കിൽ ഈ ബീഡ് അതിലൂടെ കയറില്ല. ഇതിൻ്റെ ഹോള് ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഇത് കയറണമെങ്കിൽ ചെറിയ കണ്ണുള്ള ഒരു സൂചി വേണം എടുക്കാൻ. ഇത് നമ്പർ 10 നീഡിലാണ് എടുത്തേക്കുന്നത് ഞാൻ. പിന്നെ സാധാരണ ത്രെഡ് തന്നെ എടുത്തേക്കുന്നത്. ത്രെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് അധികം കൂടുതൽ എടുക്കരുത്. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ കുരുങ്ങിയിട്ട് നമ്മുടെ വർക്ക് ഫുൾ കൊളാവും. അപ്പോൾ അല്ലാതെ കുറച്ച് ത്രെഡ് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഈ ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ ഫുൾ ചെയ്തെടുക്കാം. ഇതിൻ്റെ അറ്റത്തുനിന്ന് ഈ ഒരു അറ്റത്തുനിന്ന് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഈ അറ്റത്തുനിന്ന് ഇങ്ങനെ ചെയ്ത് ഈ റൗണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഓരോ ബീഡ് വർക്ക് എടുത്തിട്ട് പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചധികം ഇതുപോലെ കൊരുത്ത് എടുത്തിട്ട് പിന്നെ ഇടയ്ക്ക് സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി. കർവൊക്കെ വരുന്നിടത്ത് വേണമെങ്കിൽ നമുക്ക് അവിടെ സ്റ്റിച്ചിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ അത് ഇരിക്കും. ഇപ്പോൾ ഒരു കുറച്ചധികം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ഷേപ്പിൽ നോക്കിയിട്ട് വെച്ചിട്ട് എവിടെയാണ് കറക്റ്റായിട്ട് നന്നായിട്ട് സ്ട്രെച്ചായിട്ട് ഇരിക്കണത് സ്ട്രെച്ചാക്കി വെച്ചിട്ട് അവിടെ കുത്തി താഴേക്ക് സൂചി എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. അതിപ്പോൾ എല്ലാം ചെയ്ത് ലാസ്റ്റ് ആയാലും മതി. ഇപ്പം തന്നെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തല്ലോ, അപ്പോൾ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് നീക്കി സൂചി കുത്തി ഇറക്കിയാൽ മതി. അപ്പോൾ കറക്റ്റ് അതേ ഷേപ്പിൽ വരും ഇത്.
ഇതുപോലെ ഞാനിപ്പോൾ 2 ബീഡ്സ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇതുപോലുള്ള സാധാരണ ബീഡ്സ് ഉപയോഗിച്ചും ഈ ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടെ ഷൈനിങ്ങും കുറച്ചുകൂടെ ഒരു ഡ്രസ്സിന് ഭയങ്കര ഒരു ഷൈനിങ് പാർട്ടി വെയർ ലുക്ക് പോലെ തോന്നുന്നത് ഇത് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ്. ഇതുമ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ നല്ല ഷൈനിങ് ആയി ഇതുപോലുള്ള ബീഡ്സിന്. ഇപ്പോൾ നേരിട്ട് കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ, ക്യാമറയിൽ എത്രത്തോളം ഉണ്ടാവുമെന്നറിയില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഔട്ട്ലൈൻ നമ്മൾ നേരത്തെ വരച്ചുല്ലോ. അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗത്ത് നമ്മൾ 3D എംബ്രോയിഡറി ലിക്വിഡ് ഉണ്ടല്ലോ, ആ ലിക്വിഡ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്ന ഗോൾഡൻ കളറിൽ അത് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇവിടെ ബീഡ് വർക്ക് ചെയ്യും, ചെറിയ ബീഡ്സ് തന്നെ വർക്ക് ചെയ്യും. അതിനു മുമ്പേ ഇതുപോലെ ഇവിടെ 3D പെയിൻറ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തിട്ട് അത് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ കൊണ്ട് അതിനായി ഇതേപോലുള്ള 3D പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് ബ്രഷൊന്നും വേണമെന്നില്ല. ഇപ്പോൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പോവാം. ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഉണങ്ങുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ അതൊക്കെ അങ്ങ് മാറിയിട്ട് ഈ ഗോൾഡൻ കളർ മാത്രമായിട്ട് ഇരിക്കും. അത് കുറച്ച് ഉണങ്ങാൻ കുറച്ചധികം സമയം എടുക്കും ഇത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്ത് ഇത് ഉണങ്ങാനായിട്ട് സമയം കൊടുക്കും. ഇത് ഇങ്ങനെയൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ട് ഫിനിഷ്ഡ് ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെയുള്ള പെയിൻറ് വാങ്ങാനില്ല എങ്കിൽ ഇത് ബീഡ്സ് കൊണ്ട് ചെയ്താലും മതി, അത് വേറൊരു ലുക്കായിരിക്കും. ഇത് നമ്മൾ ചെയ്യുമ്പോൾ അതിന് വേറെ ഒരു ലുക്കായിരിക്കും. പിന്നെ നമുക്കിത് ചെയ്യാനും ഈസി ആണല്ലോ, അധികം സമയം നമ്മൾ ബീഡ് വർക്ക് സ്പെൻഡ് ചെയ്യേണ്ട. ഇനി നമ്മളിവിടെ കുറച്ച് ബീഡ് വർക്കും കൂടെ കൊടുക്കുമ്പോഴേക്ക് ഇതിൻ്റെ ലുക്ക് തന്നെ ആകെ മാറും. ഇപ്പോൾ ഈ ലിക്വിഡ് എംബ്രോയിഡറി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഡ് വർക്ക്സ് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഫുൾ കവർ ചെയ്യാം, അതുപോലെ ഇവിടെയും കവർ ചെയ്ത് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇതുപോലെ ഫില്ല് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോർഷനിലും ഫില്ല് ചെയ്യാം. ഈ ബീഡ്സ് തന്നെ, ഇതേ ബീഡ്സ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. നമുക്കതും ഫില്ല് ചെയ്യാം. ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ കുറച്ച് ഹാഫ് ബീഡ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ കൊടുക്കാൻ പോവുക. അത് ജസ്റ്റ് ഇതുപോലെ ഒരു ആൻറ്റിക് കളറിലാണ് കൊടുക്കുന്നത്. അത് ഈ വീണയുടെ കീസ് അങ്ങനെ ഉണ്ടല്ലോ ഈ സൈഡിലായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഹാഫ് ബീഡ്സ് ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇതുപോലെ ഹാഫ് ബീഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ഇവിടെ ഇതുപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫിനിഷ്ഡ് ലുക്ക് വരുന്നത്. ഇവിടെ പിന്നെ കുറച്ചൊക്കെ ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബീഡ്സ് ഉണ്ടല്ലോ, ഇത് 2 ബീഡ്സ് ആയതുകൊണ്ടാണ്. അത് കുറച്ചൊരു ഇറഗുലർ ഷേപ്പ് ആണല്ലോ അതിന്, അതുകൊണ്ടാണ്. അല്ല നമ്മൾ ഈ ബ്രൗൺ ബീഡ്സ് തന്നെയാണ് കൊടുത്തിരുന്നെങ്കിൽ ഫുള്ളായിട്ട് ഫില്ലായേനെ, ഗോൾഡൻ കളർ ആയേനെ. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ
ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും.